أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാവരിലും അല്ലാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കപ്പിലെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും അതിന്റെ ആമുഖമായി ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഭൂമിയിൽ ആരാണ് ഏറ്റവും അറിവുള്ള വ്യക്തി എന്ന ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി ഖിളിർ എന്ന സ്വാലിഹായ മനുഷ്യന്റെ അരികിലേക്ക് യാത്ര ചെയ്യാൻ കൽപ്പിച്ചെന്നും, അല്ല, അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ സദസ്സിൽ നിന്നും ഒരാള് എഴുന്നേറ്റ് ആരാണ് ഈ ഭൂമിയിൽ ഏറ്റവും അറിവുള്ള വ്യക്തി എന്ന് ചോദിച്ചപ്പോൾ അത് ഞാനാണെന്ന് ഉത്തരം പറയുകയും ഒരു ശരീഅത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് നിലവിൽ ഭൂമിയിൽ അള്ളാഹു പ്രവാചകത്വം നൽകി അനുഗ്രഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അത് ഞാനാണെന്ന് ഉത്തരം പറഞ്ഞപ്പോൾ, അല്ല, അതിനപ്പുറം ലദുന്നിയായ ഇൽമുള്ള മറ്റൊരു മനുഷ്യൻ ഉണ്ട്, അദ്ദേഹത്തെ ഇന്ന ഇടത്തുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു മൂസാ നബിയെ ധരിപ്പിക്കുകയും അങ്ങനെ വിനയാന്വിതനായി വിജ്ഞാനം നേടാനുള്ള, അല്ലെങ്കിൽ തനിക്കറിവില്ലാത്ത ഒന്ന് നേടിയെടുക്കാനുള്ള വളരെ അഗാധമായ ആഗ്രഹവും വെച്ച് ആ സ്വാലിഹായ മനുഷ്യനെ തേടിയുള്ള മൂസാ നബിന്റെ യാത്ര ഉണ്ടാകുകയും അങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായി പിന്നീട് മൂസാ നബി ആ മനുഷ്യനെ തേടിക്കൊണ്ടുള്ള ഒരു യാത്ര തുടരുകയും ചെയ്തു എന്ന് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞു. നമ്മൾ ആയത്തിന്റെ തുടക്കം 2-3 വാക്കുകളുടെ അർത്ഥവും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ഏതായാലും നമുക്കിന്ന് അതിന്റെ തുടക്കത്തിൽ തന്നെ, അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ആ വിഷയം തുടങ്ങാം ഇൻഷാ അല്ലാഹ്. വഇദ് ഖാല മൂസാ ലി ഫതാഹു, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഭൃത്യനോട് പറഞ്ഞ സന്ദർഭം നബിയെ അങ്ങ് ഓർക്കുക. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ലി ഫതാഹു എന്ന് പറഞ്ഞത്? ആ മൂസാ നബിയിലേക്ക്, ആ ഹു എന്നുള്ളത് മൂസാ നബിയിലേക്ക് മടങ്ങുന്ന ഒരു ളമീറാണ്. എന്തുകൊണ്ടാണ് മൂസാ നബിയുടെ അദ്ദേഹത്തിന്റെ ഭൃത്യൻ എന്ന് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ അത് യൂഷ നബിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മഹത്വത്തെ കൂടി വാഴ്ത്തുവാനാണ് അങ്ങനെ മൂസയുടെ ഭൃത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഭൃത്യനായ അല്ലെങ്കിൽ ശിഷ്യനായ യൂഷ നബി അലൈഹിസ്സലാമിനെ ചേർത്ത് പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മഹത്വത്തെ, അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളെ സൂചിപ്പിക്കാനാണ് അങ്ങനെ ലമീർ കൊണ്ട് മൂസാ നബിയിലേക്ക് അദ്ദേഹത്തെ ചേർത്തത്. അപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല ഈ ഭൃത്യൻ ആരാണ് എന്ന്, അല്ലെങ്കിൽ മൂസാ നബിയെ പിന്തുടർന്ന, മൂസാ നബിയോട് ഈ വിഷയത്തിൽ സഹകരിച്ച് മൂസാ നബിയുടെ കൂടെ പുറപ്പെട്ട ആ വ്യക്തി യൂഷ നബി ആണ് എന്ന് ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ചില വിഷയങ്ങളെ അള്ളാഹു സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഖുർആൻ ഓതി പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ചില സംഗതികൾ, വളരെ അപൂർവം ആളുകളുടെ പേര് മാത്രം ചിലയിടങ്ങളിൽ പരാമർശിക്കുകയും എന്നാൽ ചിലയിടങ്ങളിൽ ഒന്നും തന്നെ അത്തരം ആളുകളുടെ ആ പ്രവർത്തികൾ ചെയ്ത, ധീരമായ ഇടപെടലുകൾ നടത്തിയ ആളുകളെ കുറിച്ചെല്ലാം പരാമർശിക്കുമ്പോൾ അവരുടെ ഒന്നും തന്നെ പേര് പറഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇതിന്റെ മുമ്പ് അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനത്തി, പട്ടണത്തിന്റെ അങ്ങേ തലയിൽ നിന്നും ഒരു വ്യക്തി വന്നു എന്ന് പറയും. ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തിയുടെ മറ്റു വിശേഷണങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല.
എന്നാൽ ആ വ്യക്തിയുടെ കർമ്മത്വരയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ധീരമായ വിശ്വാസ ഇടപെടലിനെ കുറിച്ച്, വിശ്വാസ ദൃഢതയെ കുറിച്ചെല്ലാം അവിടെ സൂചിപ്പിക്കുക. എന്നാൽ ചിലയിടങ്ങളിൽ വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു പോവുകയും ചെയ്യുന്നുണ്ട്. ഇമാം ഷഹറാവി വമിൻഹും മൻ റുസുലൻ ഖസസ്ന അലൈക വമിൻഹും മൻ ലം നഖ്സുസ്ഹും അലൈക വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. ആ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നിടത്ത് ഇമാം ഷഹറാവി പറയുന്നുണ്ട്, ഇവിടെ നബിയെ അങ്ങേക്ക് നാം പേരെടുത്ത് പറഞ്ഞ് വിശദീകരിച്ചു തന്ന പ്രവാചകന്മാരുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പൊ പേര് പറയലല്ല അടിസ്ഥാനം, അതിനപ്പുറം അവരുടെ ഉത്കൃഷ്ടമായ ഉന്നതമായ കർമ്മത്തെക്കുറിച്ചും ധർമ്മബോധത്തെക്കുറിച്ചും പറയലാണ് ഉത്തമം എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു. പൊതുവെ മനുഷ്യൻ അവനവന്റെ പേര് പറഞ്ഞ് അവന്റെ പേരിനെ മറ്റുള്ളവര് ഉയർത്തിപ്പിടിച്ച് അതിൽ ഇങ്ങനെ സന്തോഷം കൊള്ളുന്ന, അല്ലെങ്കിൽ എന്തോ എന്തോ ഞാനെന്തോ ഒരു വലിയൊരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥ പേറുന്നവരാണ് മനുഷ്യരിൽ ഭൂരിപക്ഷവും. എന്നാൽ അതുകൊണ്ട് ഒരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്, ചെയ്യാത്ത കാര്യങ്ങളിൽ സ്തുതി പിന്നെ തേടുന്ന ആളുകൾ മനുഷ്യരിലുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ പിന്നെ മനുഷ്യന്റെ ഈ ഒരു സ്വയം അഹംബോധത്തെ പറയുന്നിടത്ത് നമ്മൾ ചെയ്യാത്ത, നമ്മൾ അനുഷ്ഠിക്കാത്ത കർമ്മങ്ങളെ പറഞ്ഞ് നമ്മളെ പുകഴ്ത്തുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാവും. അപ്പോ ഇവിടെ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ, സച്ചരിതരായ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ, ധർമ്മ വീതിയിൽ ധർമ്മ വഴികളിൽ സൂക്ഷ്മമായ ഇടപെടലുകളും ധീരമായ പ്രതിരോധങ്ങളെല്ലാം തീർത്ത ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒന്നും തന്നെ പേര് പറയാതെ അള്ളാഹു പോകുകയും, എന്നാൽ അവരുടെ എല്ലാം തന്നെ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനത്തെ, മഹത്വത്തെ എടുത്തു പറയുകയും ചെയ്യുന്ന കാഴ്ച ചില ആയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. പേരല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, നിങ്ങളുടെ പേരിനെ പുകഴ്ത്തുന്നവരെയല്ല നിങ്ങൾ തേടേണ്ടത്. നിങ്ങൾ സ്വയം നിങ്ങളെ കർമ്മങ്ങളെ കൊണ്ട് വിശുദ്ധരാകുകയും അതിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉന്നതരാകാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നൊരു പാഠം ഇതിലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ വഇദ് ഖാല മൂസ ലി ഫതാഹു, മൂസ നബി അലൈഹിസ്സലാം തന്റെ ഭൃത്യനോട്, അഥവാ ചരിത്രം വിശദീകരിക്കുന്നത് പോലെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ആരാണ് ഈ ഫത എന്ന് പറയുന്നിടത്ത് അത് യൂഷ നബിയാണെന്നും മൂസാ നബിയുടെ കാലശേഷം ഇസ്രായേലികളുടെ നായകനായിരുന്നു ഇദ്ദേഹം എന്നും പിന്നെ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുമ്പോൾ മറ്റൊന്നും നോക്കാതെ താൻ ഒരു പ്രവാചകനാണ്, താൻ ശരീഅത്ത് കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്, താൻ ഹുക്കുമുകളെ കുറിച്ച്, അഹ്കാമുകളെ കുറിച്ച് പറഞ്ഞ് മനുഷ്യരെ ധർമ്മത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്ന വ്യക്തിയാണ് എന്ന ഭാവമൊന്നുമില്ലാതെ വിനയത്തോടുകൂടി വിജ്ഞാനം തേടുവാൻ ഒരു പ്രവാചകൻ പുറപ്പെടുകയാണ്. ഇവിടെ മനുഷ്യരിൽ തന്നെ രണ്ട് തരത്തിലുള്ള വ്യക്തികളുണ്ട്. ഒന്ന് പിശാചിന്റെ ചിന്തയെ പ്രകടിപ്പിക്കുന്നവർ, മറ്റൊന്ന് ഇത്തരം നുബൂവത്തിന്റെ വഴിയെ സഞ്ചരിച്ച, നുബൂവത്തിന്റെ മഹത്വത്തിൽ ജീവിച്ച പ്രവാചകന്മാരുടെ ഹൃദയ താളത്തെ സ്വീകരിക്കുന്നവർ. നമുക്കറിയാം, മനുഷ്യരിൽ പ്രവാചകന്മാരോട് എതിരിടുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യരിൽ തന്നെ ചില പിശാചുക്കളുണ്ട്, മനുഷ്യരിൽ ചില പിശാചുക്കളെ പ്രവാചകന്മാരുടെ എതിരാളികളാക്കി നാം മാറ്റിയിരിക്കുന്നു എന്ന്. അപ്പോ എങ്ങനെയാണ് മനുഷ്യൻ പിശാചിന്റെ സ്വഭാവത്തെ സ്വീകരിക്കുന്നത്? പിശാചിനോട് ആദം നബി അലൈഹി ഇസ്ലാമിന് സാഷ്ടാംഗം നമിക്കാൻ പറയുമ്പോൾ ഖാലയാ ഇബ്ലീസു മാ മനഅക അല്ലാ തസ്ജുദ ഇദ അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. അപ്പോ ആ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പില് പിശാച്ച്
ഞാൻ അവനേക്കാളും ഉത്കൃഷ്ടനാണ്, എന്നെ സൃഷ്ടിച്ചത് അഗ്നിനാളം കൊണ്ടാണെന്നും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണെന്നും പറഞ്ഞ് തൻ്റെ മഹത്വത്തെ സ്വയം വാഴ്ത്തുന്ന, എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ചിന്താരീതിയെ പിശാചിന്റെ ആ ഒരു ഇടപെടലിലൂടെ അള്ളാഹു എടുത്തു കാണിക്കുന്നുണ്ട്. എല്ലാ കാലത്തും സ്വയം മഹത്വവൽക്കരിക്കുന്ന, അതിലൂടെ ഞാൻ വലിയവനാണ് എന്ന് സ്വയം പറയുന്ന ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ കാലത്തും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവർ സമൂഹത്തിന് അപകടകാരികളായിരിക്കും. അവർ സ്വയം തന്നെ അവരോട് അന്യായം കാണിക്കുന്നുണ്ട്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുഖം തിരിഞ്ഞു നിന്ന് സ്വയം വലിയവനായി ചമഞ്ഞ ആ ഒരു പിശാചിന്റെ തെറ്റായ ബോധത്തെ പ്രകടിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ ധിക്കാരിയായി മാറുന്നു. എന്നാൽ അതിനപ്പുറം മനുഷ്യൻ വിനയാന്വിതനായി മാറുന്ന കാഴ്ച മൂസാ നബിയിലൂടെ അള്ളാഹു ഇവിടെ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരിലൂടെയും അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, വിജ്ഞാനം അത് അഹങ്കാരത്തിന് വേണ്ടിയുള്ളതല്ല, അത് സാഷ്ടാംഗം നമിക്കുവാനുള്ളതാണ്. എത്ര കണ്ട് നിങ്ങൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ജ്ഞാനം ലഭിക്കുന്നുവോ അത്ര കണ്ട് താഴ്മയുള്ളവരാവണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പിശാചിനോട് ചോദിക്കുന്ന ആ ഒരു ഭാഗം അള്ളാഹു പറഞ്ഞു വന്നതിന് ശേഷം നമ്മളിതിന്റെ മുമ്പ് ആ സംഗതി വിവരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുൻപിലൂടെയും പിൻപിലൂടെയും പിശാച് നിങ്ങളെ സമീപിക്കും എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. ആയത്ത് സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. അധിക ആളുകളെയും നന്ദിയില്ലാത്തവരായി നിനക്ക് കാണാൻ കഴിയും. അപ്പൊ പിശാച് വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുൻപിലൂടെയും പിമ്പിലൂടെയും പ്രവേശിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ഇമാം ഷഹറാബിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത്. എന്തുകൊണ്ട് മേൽഭാഗവും താഴ്ഭാഗവും പറയാതെ വിട്ടുപോയി ഈ ആയത്തിൽ? അവിടെ പിശാചിന്റെ ആ അഹങ്കാര ബോധത്തെ, ആ ധിക്കാര ഭാവത്തെ എല്ലാം പറഞ്ഞു വന്ന് പിന്നീട് അള്ളാഹുവിന്റെയും പ്രപഞ്ചനാഥന്റെയും പിശാചിന്റെയും ഇടയിലുള്ള ആ ഒരു സംസാരത്തെ എടുത്തുദ്ധരിച്ച് അള്ളാഹു പിന്നീട് മനുഷ്യ കുടുംബത്തെ സംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന ഒരു വർത്തമാനമാണ് സുമ്മല ആത്തിയന്നഹും, നിങ്ങളിലേക്ക് ഈ വ്യക്തി പ്രവേശിക്കും. ആ വ്യക്തിയുടെ ചിന്തകൾ, ആ വ്യക്തിയുടെ ഇടപെടലുകളെല്ലാം നിങ്ങൾക്ക് ചുറ്റും പിന്നെ ഉണ്ടായിത്തീരും. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. അപ്പോ ഞാൻ അവരെ സമീപിക്കും, അവരുടെ മുമ്പിലൂടെ പിമ്പിലൂടെ പിറകിലൂടെ എല്ലാം തന്നെ സമീപിക്കും. നിനക്ക് മനുഷ്യരിൽ ഭൂരിപക്ഷത്തെയും നന്ദിയില്ലാത്തവരായി കാണാൻ കഴിയും. അഹങ്കാരം പേറുന്ന, ധിക്കാരം പേറുന്ന ആളുകളായി നിനക്ക് കാണാൻ കഴിയും. അള്ളാഹു പിന്നീട് അപ്പോൾ തന്നെ അള്ളാഹു അതിനോട് പ്രതികരിക്കുന്നുണ്ട്. എന്നെ സ്വാലിഹായ എൻ്റെ അടിമകളെ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത പേറുന്നവരായി മാറ്റാൻ നിനക്ക് സാധ്യമല്ല എന്ന്. അപ്പൊ മനുഷ്യൻ സ്വാലിഹാകുകയും ഏറ്റവും നല്ല ദാസനായി മാറുകയും ചെയ്യുന്നത് വിനയത്തിലൂടെയും താഴ്മയിലൂടെയുമാണ്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ, മൻ തവാളഅ റഫഅഹുല്ലാഹ്. ഒരാൾ താഴ്മ കാണിക്കുന്നതിലൂടെ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുന്നു. ആരെങ്കിലും അഹങ്കാരികളായാൽ അള്ളാഹു അതല്ലഹുല്ലാഹ്, അയാളെ നിന്ദ്യനാക്കുന്നു എന്ന് പിന്നെ പഠിപ്പിക്കുന്ന റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മുൻപിലൂടെയും ഈ പറഞ്ഞ ഈ ആയത്തില് 4 ഭാഗങ്ങളെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. എന്നാൽ മേൽഭാഗവും താഴ്ഭാഗവും എന്തുകൊണ്ട് വിട്ടുപോയി എന്നുള്ള ഒരു ചർച്ച നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷാറാവി വിശദീകരിക്കുന്നുണ്ട്. അഥവാ മേൽഭാഗം എന്ന് പറയുന്നത് അത് വഹയിന്റെ ആഗമന ഇടമാണ്. താഴ്ഭാഗം എന്നുള്ളത് സാഷ്ടാംഗം നമിക്കുവാനുള്ള ഇടവുമാണ്. നമ്മൾ ഈ 3-ാം ഭാഗം തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, വിജ്ഞാനം അത് വിനയത്തിന് വേണ്ടിയുള്ളതായിരിക്കണം, വിനയമുള്ളവനായി മാറുവാൻ വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് സ്വന്തത്തിനും സമൂഹത്തിനും ഉപദ്രവമേൽപ്പിക്കുന്ന, അപകടമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിജ്ഞാനമായി മാറാൻ പാടില്ല.
വിജ്ഞാനം സമ്പാദിക്കേണ്ടത് സ്വന്തത്തെക്കുറിച്ചറിയുവാൻ, പ്രപഞ്ചത്തെക്കുറിച്ചറിയുവാൻ, അതിലൂടെ അതിന്റെ സൃഷ്ടിനാഥനെ കുറിച്ചറിയുവാൻ, ജീവിതത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കുവാനെല്ലാമാണ് വിജ്ഞാനം ഒരു മനുഷ്യൻ തേടേണ്ടത്. അല്ലാതെ സ്വയം അഹങ്കാരിയായി അധർമ്മത്തെ സ്വീകരിച്ച് ഇച്ഛയെ പ്രകടിപ്പിച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ളതാകാൻ പാടില്ല. അതിലൂടെ തനിക്ക് തന്നെയും സമൂഹത്തിനും അപകടമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് ജീവിതത്തെയോ ജീവിത സമയത്തെയോ മാറ്റാൻ പാടില്ല. എന്നാൽ ഇവിടെ മേൽഭാഗവും താഴ്ഭാഗവും അള്ളാഹു വിട്ടുപോയത് വഹീനെ നന്നായി സ്വീകരിക്കുന്ന, വഹീനെ നന്നായി പഠിക്കുന്ന മനുഷ്യർ അവർ സാഷ്ടാംഗം നമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നിങ്ങൾ വഹീനെ സ്വീകരിക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള ഹുക്കുമുകളെ, നസീഹത്തുകളെ, സന്ദേശങ്ങളെ, പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കുന്ന റിസാലത്തിനെ ജീവിതത്തിൽ വെളിച്ചമായി സ്വീകരിച്ചാൽ നിങ്ങൾ വിനയമുള്ളവരും താഴ്മയുള്ളവരും നിങ്ങൾക്ക് ഉപകാരമുള്ളവരായി മാറുകയും സമൂഹത്തിന് ഉപകാരമുള്ളവരായി തീരുകയും ചെയ്യുമെന്നതിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ വഹീനെ സ്വീകരിക്കണം, വഹീനെ ഏറ്റവും നന്നായി പഠിക്കണം, എന്നിട്ട് സാഷ്ടാംഗം നമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് തന്നെ വായിക്കുവാൻ പറഞ്ഞു. ആ സൂറത്ത് അവസാനിക്കുന്നത് സാഷ്ടാംഗം നമിക്കുവാൻ കൽപ്പിച്ചുകൊണ്ടുമാണ് എന്ന് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇവിടെ ഒരു മൂസാ നബി വഹീനെ സ്വീകരിക്കുന്ന പ്രവാചകനാണ്. വഹീ ഒരു സമൂഹത്തിനെ പഠിപ്പിക്കുന്ന പ്രവാചകനാണ്. അതിലൂടെ അള്ളാന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നേക്കാളും ഉത്കൃഷ്ടനായ അറിവുള്ളൊരു മനുഷ്യൻ അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ, ഒരു അഹങ്കാരവും കൂടാതെ, വിനയത്തോടുകൂടി ആ പ്രവാചകൻ അവിടെ നിന്ന് പുറപ്പെടുന്നു. വഇദ്ഖാല മൂസാ ലിഫതാഹു, മൂസാ നബി തന്റെ ഭൃത്യനോട് പറഞ്ഞ ആ ഒരു സന്ദർഭം നബിയെ അങ്ങ് ഓർക്കുക. അപ്പൊ ഇവിടെ മറ്റൊരു സംഭവം കൂടി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ പ്രത്യേകത ഭൂതകാലത്തിന്റെയും ഭാവി കാലത്തിന്റെയും മറയെ നീക്കിക്കൊടുത്ത പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പോ ഇത്തരം ആയത്തുകൾ കൊണ്ടുവരുമ്പോൾ, മുൻഗാമികളായ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അലം തറ എന്നെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളെ അള്ളാഹു പറയുമ്പോൾ പറയുന്നത് പോലെ നീ അറിയുന്നില്ലേ, നീ കാണുന്നില്ലേ എന്നുള്ള ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗമല്ല, മറിച്ച് ആ ഭൂതകാലത്തിന്റെ മറയെ നീക്കിക്കൊടുക്കുകയും എന്നിട്ട് ആ സംഭവത്തെ, ആ ചരിത്ര വശങ്ങളെ നേരിട്ട് അനുഭവിച്ച് കണ്ടുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സംസാരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ചില വിഷയങ്ങളെല്ലാം നമ്മൾ പഠിച്ചു പോകുമ്പോൾ മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന ജീവിത രഹസ്യങ്ങളെക്കുറിച്ച്, ജീവിത നിമിഷങ്ങളെ കുറിച്ചെല്ലാം റസൂലുള്ള പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്നല്ലാഹ തവാലിൽ അർള ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ. അള്ളാഹു ഭൂമിയെ എൻ്റെ മുമ്പിൽ ചുരുക്കി, അങ്ങനെ ഞാൻ മശ്രിഖിനെയും മഗ്രിബിനെയും ഞാൻ ദർശിച്ചു. നാളെ അന്ത്യനാൾ വരേക്കും സംഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളും എൻ്റെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവന്നു, ഞാൻ അത് മുഴുവനും കണ്ടു എന്ന് പറയുന്ന ഒരു വിശാലമായൊരു ഹദീസ് ഉണ്ട്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസില് നാളെ മനുഷ്യര് അവർ ചെയ്യുന്ന പാപങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ശിക്ഷ അനുഭവിക്കുക എന്ന് പറയുന്ന ഒരു വിശാലമായ ഹദീസ് ഉണ്ടല്ലോ. അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, ഇവരെല്ലാം എന്തിനാണ് ഇത്രയും ഭീകരമായി ശിക്ഷിക്കപ്പെടുന്നത്? കളവ് പറയുന്ന, പരദൂഷണം പറയുന്ന, അതുപോലെ തന്നെ വ്യഭിചാര പ്രവൃത്തിയിൽ ഏർപ്പെട്ട, പലിശ ഇടപാടുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ ദുഷ്കരമാക്കിയ മനുഷ്യരെല്ലാം അഭിമുഖീകരിക്കുന്ന മഹാശിക്ഷയെ റസൂലുള്ളാഹി ആ ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അല്ലെ, നമുക്കറിയാം, ഒരു മനുഷ്യന്റെ തല ചില ആളുകൾ കല്ലുകൊണ്ട് എറിഞ്ഞ് പൊളിക്കുകയും അങ്ങനെ
തല ചിതറിപ്പോവുകയും വീണ്ടും അവര് ആ കല്ലെടുത്ത് വന്ന് വരുമ്പോഴേക്ക് ഈ തല കൂടുകയും വീണ്ടും എറിയുകയും ചെയ്തുകൊണ്ട് ശിക്ഷ നടപ്പാക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അവരുടെ കവിളുകൾ ഇരുമ്പ് ചീർപ്പിനാൽ കീറിക്കൊണ്ട് മുറിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം അഗ്നിനാളങ്ങളിൽ പൊന്തി വന്ന് വീണ്ടും ആ താഴോട്ട് പോയി അഗ്നിനാളം ഉയരുമ്പോൾ അതിലൂടെ വീണ്ടും മുകളിലേക്ക് വന്ന് അങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നവര്. അതുപോലെ തന്നെ ഒരു സമുദ്രത്തിൽ നിന്ന് നീന്തി അതിന്റെ കരയിലേക്ക് അടുക്കാൻ നേരത്ത് വീണ്ടും എറിഞ്ഞുകൊണ്ട് വീണ്ടും കരകയറാൻ പറ്റാത്ത രൂപത്തിൽ ശിക്ഷക്ക് വിധേയമാക്കുന്ന മറ്റൊരു വിഭാഗം. ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് താൻ നേരിട്ട് കണ്ട ഒരു സംഭവത്തെ റസൂലുള്ള വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോടൊപ്പം ഭൂമിയിൽ നിന്നുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ വളരെ റിയലായിക്കൊണ്ട് മനുഷ്യ കുടുംബത്തെ പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ള. പല പ്രവാചകന്മാർക്കും അത്തരത്തിലുള്ള പ്രത്യേകതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അവരുടെ മുമ്പിലുള്ള മറയെ നീക്കിക്കൊടുത്ത്, കണ്ണിന്റെ മറയെ നീക്കിക്കൊടുത്ത് ജീവിത രഹസ്യങ്ങളെ, പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം തന്നെ പല പ്രവാചകന്മാർക്കും അള്ളാഹു ഈ രൂപത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വക്കദാലിക നുരി ഇബ്രാഹീമ മലക്കൂത്ത സമാവാതി വൽ അർളി ലിയകൂന മിനൽ മൂഖിനീൻ. അത് നമ്മൾ മുമ്പ് നന്നായി വിശദീകരിച്ചു പോയൊരായത്താണ്. ഇബ്രാഹിം പ്രവാചകന് നാം പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ദൃഢബോധ്യമുള്ളവനാകാൻ വേണ്ടി ഒന്നിലും ശങ്കയില്ലാതെ ഒരു സംശയവും ഇല്ലാതെ ലോകത്തോട് സംസാരിക്കുവാനുള്ള ഒരു ശക്തമായ അറിവും അതുപോലെ തന്നെ കാഴ്ചയും ആ പ്രവാചകന് നൽകി എന്ന് പറയുന്നുണ്ട് അള്ളാഹു. അതിനെ ഇത്തരം കാര്യങ്ങളെ വിശദീകരിക്കുന്നിടത്ത് ആ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് ഷാറാവി വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഇത് പറയുമ്പോൾ നബി അങ്ങ് ഓർക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തെ കേൾപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് അതിനപ്പുറം ഒരു ഭൂതകാലത്തിന്റെ മറയെ നീക്കി അതിലേക്ക് എത്തി നോക്കി അത് മുമ്പിൽ ആ സംഭവങ്ങളെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിന് സമർപ്പിതരായി ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ഇടപെടലിന്റെ മഹത്വത്തെ കുറിച്ച് നന്നായി അറിയുന്നവർക്ക് വേണ്ടിയുള്ള ചർച്ചയും ക്ലാസ്സും ആണത്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ സൃഷ്ടാവിനെ തിരിച്ചറിയാത്ത, ആ ശക്തിയെ നിഷേധിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സോ അവതരണമോ അല്ല. അതിനപ്പുറം പ്രപഞ്ചനാഥന്റെ ഇടപെടലിനെ കുറിച്ച് വ്യക്തമായ ബോധമുള്ള, ഈ പ്രപഞ്ചവും അതിലെ ചരാചരങ്ങളുടെയും നിലനിൽപ്പിന് പിന്നിൽ, അതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് പിന്നിൽ ഒരു മഹാശക്തിയുടെ കരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അറിയുന്ന, അതിനെക്കുറിച്ച് ഗാഢമായ ബോധമുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള ചർച്ചയാണ് കേട്ടോ. അല്ലാതെ നിരീശ്വരവാദികൾക്ക് വേണ്ടിയുള്ള ചർച്ചയല്ല. നിരീശ്വരവാദം ദൈവനിഷേധികൾക്ക് അത് അവർക്ക് ആ നിഷേധഭാവത്തെ പ്രകടിപ്പിക്കുവാനുള്ള ചോയ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിന്റെയും ഉയിരിന് പിന്നിൽ ഒരു മഹാശക്തിയുടെ കരമുണ്ട് എന്ന് വിശ്വസിക്കുവാനും മനുഷ്യന് അധികാരമുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന് ചോയ്സ് ഉണ്ട്. അപ്പോ അത്തരത്തിലുള്ള ചോയ്സിനെ സ്വീകരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ചർച്ചയാണ്. അപ്പോ ഇവിടെ വൈദ്കാല മൂസ അലി ഫത്താഹു, മൂസാ നബി അലി ഇസ്ലാം തന്റെ ഭൃത്യനോട് പറഞ്ഞ സന്ദർഭം നബിയെ അങ്ങ് ഓർക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ സംഭവത്തെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അള്ളാഹു ആ സമയം തന്നെ പ്രകടിപ്പിക്കുകയാണ്. ആ ഭൂതകാല മറയെ നീക്കി കൊടുത്തുകൊണ്ട് തന്റെ മുമ്പിൽ ആ സംഭവത്തെ നേരിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ സംഭവത്തെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയാണല്ല, അബ്രഹു, ഞാന് ഉപേക്ഷിക്കുകയില്ല, ഹത്ത അബ്ലുഗ മജ്മഅൽ ബഹ്റൈനി, രണ്ട് സമുദ്രങ്ങൾ സന്ധിക്കുന്ന ആ ഇടം എത്തുന്നത് വരെ, ഔ അംലിയ ഉഖബ, അല്ലെങ്കിൽ അവിടെ എത്താൻ കാലങ്ങൾ എത്ര ചെലവഴിക്കേണ്ടി വന്നാലും ഞാൻ ആ വ്യക്തിയെ സന്ധിക്കുക തന്നെ ചെയ്യും എന്ന് ഭൃത്യനോട് പറയാം. അവിടെ ഉഖബ എന്ന് പറയുന്നത് അതൊരു നീണ്ട കാലത്തെ, നീണ്ട സമയത്തെ സൂചിപ്പിക്കാനാണ്
ഉഖുബത്ത് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോ അതിവിടെ ഒരു വിജ്ഞാനം തേടുവാനുള്ള അഗാധമായ ഒരു പ്രവാചകന്റെ ആഗ്രഹത്തെ ഈ ഉഖുബത്ത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ എത്ര കാലം പിന്നിടേണ്ടി വന്നാലും നടക്കേണ്ടി വന്നാലും ആ വ്യക്തിയുടെ സന്നിധിയിൽ നാം എത്തുകയും അദ്ദേഹത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞ ആ ഇൽമിനെ, ജ്ഞാനത്തെ നാം സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഉറച്ച പ്രതിജ്ഞ നടത്തിക്കൊണ്ടാണ് മൂസാ നബി പുറപ്പെടുന്നത്. അപ്പോ ഇവിടെ കഴിഞ്ഞ ആഴ്ച ചോദിച്ചതുപോലെ ഈ മജ്മ അൽ ബഹ്റൈൻ എവിടെയാണ്? ഈ രണ്ട് സമുദ്രങ്ങൾ സന്ധിക്കുന്ന ഇടം ഏതാണ്? പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ചെങ്കടൽ തന്നെയാണ് ഈ ഇടം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇമാം ഇബ്നു കസീറിനെ പോലെ, അതുപോലെ തന്നെ സയ്യിദ് ഖുത്ബിനെ പോലെയുള്ള ആളുകളെല്ലാം ഇത് പിന്നെ ചെങ്കടൽ തന്നെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇമാം ഷഅറാവിയും അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഇടമല്ലാത്തൊരു മറ്റൊരു ഇടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ നമുക്ക് കാണുവാനോ ഇല്ല എന്നാണ് അതിന് കാരണം എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയ ആളുകളും അത് ചെങ്കടൽ തീരം തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ മജ്മ അൽ ബഹ്റൈനി ചെങ്കടലാണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ പിറകിൽ മറ്റൊരു സംഭവമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാം ഫറോവയിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. ഒരു മനുഷ്യനെ, ഒരു ഖിബ്തിയായ വ്യക്തി, ഒരു ഇസ്രായേലിയായ വ്യക്തിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കാണുന്നു. മൂസാ നബി ആ വിഷയത്തിൽ ഇടപെടുന്നു. സഹിക്കവയ്യാതെ അയാളെ തല്ലുന്നു. അയാള് തൽക്ഷണം മരിച്ചു വീഴുന്നു. രണ്ടാം ദിവസവും അതുപോലെ ഈ വ്യക്തി മറ്റൊരാളുമായിട്ട് ശണ്ട കൂടുന്നത് കാണുന്നു. മൂസാ നബി അവിടെ ഇടപെടുന്നു. പിന്നീട് അവിടെ നടക്കുന്ന മറ്റൊരു വിഷയമുണ്ട്. മൂസാ നബിയെ ഒരാൾ ഓടി വന്ന് പറയാണ്, പിന്നെ മൂസ, നിനക്കെതിരെ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനാൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോവണം. ആ സമയത്ത് മൂസാ നബി മിസ്റിൽ നിന്നും മദിയനിലേക്കുള്ള യാത്ര കരമധ്യേയാണ്. തെറ്റാതെ പിഴക്കാതെ കരമാർഗം മൂസാ നബി മദിയനിൽ എത്തുന്നുണ്ട്. മദിയനിൽ പ്രാപിക്കുന്നുണ്ട് മൂസാ നബി അലൈഹി. എന്നാൽ രണ്ടാമത് മൂസാ നബി തിരിച്ചു വരുന്നതും കരമാർഗമാണ്. അബുൽ ഹസൻ അലി നദവി ഈ വിഷയത്തെ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഈ വിഷയത്തെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ തഖ്ദീറും തദ്ബീറും ഓരോ സമയങ്ങളിലും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതിലൂടെ മനുഷ്യരെ, ആ സംഭവത്തിന് മുഖാമുഖം നിൽക്കുന്ന വ്യക്തികളെ എങ്ങനെയൊക്കെയാണ് ചില ജീവിത രഹസ്യങ്ങൾ, അള്ളാഹുവിന്റെ ഇടപെടലിന്റെ ചില രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നതെന്നും ഇത്തരം മൂസാ നബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മൂസാ നബി പോയതും തിരിച്ചു വന്നതും കരമാർഗമായിരുന്നു. മൂസാ നബിക്ക് ആ വഴി അറിയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക പ്രതിസന്ധി നേരിടുകയും ആ സമയം ഒരു ജനതയെ കൊണ്ട് മൂസാ നബി പുറപ്പെടുകയും ചെയ്ത് ഈ വഴിതെറ്റി ചെങ്കടലിന്റെ മുമ്പിൽ അള്ളാഹു കൊണ്ടു നിർത്തുകയാണ്. അപ്പൊ എങ്ങനെയാണ് മൂസാ നബി വഴിതെറ്റിയത്? അത് അള്ളാഹുവിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമായിരുന്നു. കാരണം ആ സമയത്ത് ഈ കൂടെയുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് അള്ളാഹു നിങ്ങളിൽ ഇടപെടുന്നത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. എല്ലാത്തിലും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന, എല്ലാത്തിലും ഒരു നിഷേധഭാവം പ്രകടിപ്പിക്കുന്നവരായിരുന്നു ഇസ്രായേലികൾ. കണ്ടതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു സമൂഹമായിരുന്നു. ഇന്നും അത്തരം ഒരു ഫറോവിയൻ ഒരു ചിന്തയെ അവർ കൂടി ഏറ്റെടുത്തിരുന്നു. കണ്ടതിൽ മാത്രം വിശ്വസിക്കുക, എല്ലാത്തിനെ കുറിച്ചും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക, കാണാത്തതിൽ വിശ്വസിക്കാത്തൊരു നിരീശ്വര ഒരു ബോധം ഭൂരിപക്ഷ മനുഷ്യരിലും ഒരു ഫറോവിയൻ ഒരു ഇടപെടൽ കൊണ്ട്, ഒരു ശൃംഖലയുടെ ഇടപെടൽ കൊണ്ട് സമൂഹത്തിൽ അത്തരം ഒരു ചിന്ത വ്യാപിച്ചിരുന്നു. എന്നാൽ താൻ സ്വയം ദൈവമാണെന്ന് വാദിക്കുകയും ചെയ്ത
ഒരു അവസ്ഥാവിശേഷവും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളിൽ നാട്ടിലുള്ളത് പോലെ തന്നെ ഈശ്വര ശക്തിയെ നിഷേധിക്കുമ്പോൾ തന്നെ താൻ വലിയവനായി, താൻ എന്തോ വലിയ സംഭവമായി നടിക്കുകയും അങ്ങനെ തൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാമത്തെയും തൻ്റെ രൂപത്തെയും ഉയർത്തിപ്പിടിച്ച് പിന്നെ കൊടി പിടിക്കാൻ കുറെ ആളുകളെ കൂട്ടുകയും ചെയ്യുന്ന ആളുകൾ ഇന്നുണ്ട്. അതൊരു ഫറോവിയൻ ഒരു ചിന്തയുടെ ഭാഗമാണ്. ഒരു നന്മയെ പൂർണ്ണമായിട്ട് നിരാകരിക്കുക, എല്ലാ സത്യങ്ങളെയും എല്ലാ ധർമ്മങ്ങളെയും നിരാകരിക്കുകയും എന്നിട്ട് അഹങ്കാരം കൊണ്ട് അഹന്ത കൊണ്ട് സ്വയം വലിയവനായി മാറുകയും ചെയ്യുന്ന ആളുകൾ ഇന്നും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അത് സംസാരം ഒരു ധർമ്മത്തോട് പ്രതികരിക്കുമ്പോൾ അയാളുടെ ചിരിയും അയാളുടെ മുഖഭാവവും കണ്ടാൽ എത്രമാത്രം അഹങ്കാരിയാണ് അയാളെന്ന് നമുക്ക് ബോധ്യപ്പെടും. മറ്റുള്ളവനെ പുച്ഛിച്ചും അവനെ നിരാകരിച്ചും അവനെ തരം താഴ്ത്തിയും പിന്നെ സംസാരിക്കുന്ന, ഇടപെടൽ നടത്തുന്ന ഫറോവിയൻ ചിന്തകളെ എല്ലാ കാലങ്ങളിലും പ്രകടിപ്പിക്കുന്നവർ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പുതിയ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളിലും ഈ ഒരു ഭാവത്തെ പ്രകടിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫറോവയെ കുറിച്ച് പറയുമ്പോൾ, മൂസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അത് കാലഘട്ടത്തിന്റെ ഏതോ ഒരു കാലഘട്ടത്ത് ജീവിച്ചു പോയൊരു മനുഷ്യനെ കുറിച്ചുള്ള ചർച്ചയല്ല. ഫറോവയെ കുറിച്ച് പറയുമ്പോൾ ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു അധികാരിയെ കുറിച്ചുള്ള ചർച്ചയല്ല അള്ളാഹു നടത്തുന്നത്. ഇപ്പൊ മൂസൽ ബഷരിയ, എല്ലാ കാലത്തും പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഫിറഔനുൽ ബഷരിയ, എല്ലാ കാലത്തും രൂപപ്പെടുന്ന ധിക്കാരത്തിന്റെ പ്രതീകമാണ് ഫറോവ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആ സംഭവത്തെ അവതരിപ്പിക്കുന്നത് എന്ന് ഇമാം ഷഹറാവി നാം ഈ പറഞ്ഞതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഫിറഔനുൽ ബഷരിയ. അപ്പോ ആ ഒരു പിന്നെ ധിക്കാരത്തെ പ്രകടിപ്പിക്കുന്ന ആളുകള് ഇന്നും നമുക്കിടയിലുണ്ട്. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഫറോവയുടെ ചോദ്യങ്ങളുടെ പുനരാവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊരു ശൈലിയിൽ മറ്റൊരു വാക്ക് പ്രയോഗിച്ചുകൊണ്ടാണ് ഒരു പ്രവാചകനെ ഫറോവ നേരിട്ടതെങ്കിൽ അതിന്റെ പുതിയ തലത്തിലുള്ള, പുതിയ രൂപത്തിലുള്ള, പുതിയ വാക്കുകൾ കൊണ്ട് പുതിയ ധിക്കാരികളും അധികാര കേന്ദ്രങ്ങളും ആ ചോരത്തെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇവിടെ ഈ പിന്നെ ഫറോവയിൽ നിന്നും മൂസാ നബി പോയതും അതിനുശേഷം മൂസാ നബി തിരിച്ചു വരുന്നതും കരമാർഗമാണ്. എന്നാല് രണ്ടാമത് ഈ ധിക്കാരിയായ മനുഷ്യനിൽ നിന്നും ഒരു സമൂഹത്തെ കൊണ്ട് മൂസാ നബി സുരക്ഷിതമായ ഒരു ഇടം തേടി പോകുമ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുപോയി അള്ളാഹു ആ പ്രവാചകനെയും സമൂഹത്തെയും നിർത്തുകയാണ്. അവിടെ അവർ ചോദിക്കുന്നുണ്ട്, നീ വരുന്നതിന് മുമ്പേ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, ഇപ്പോഴും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങളൊരു മഹാ അപകടത്തിലേക്ക് നീ തള്ളിവിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു രംഗം അവിടെ അള്ളാഹു വിവരിക്കുന്നുണ്ട്. ആ സമയം മൂസാ നബി പറയുന്നൊരു വർത്താനുണ്ട്, എന്റെ റബ്ബനൊരിക്കലും കൈവെടിയുകയില്ല എന്നുള്ളത്. ആ സമയത്താണ് ചെങ്കടൽ അടിക്കാൻ വേണ്ടി പറയുന്നത്. ഇന്ന് ചെങ്കടൽ ചർച്ചയാണ്. അപ്പോ അവിടത്തേക്ക് മറ്റൊരു പിന്നെ ഒരു സംഭവം കൂടി അള്ളാഹു മൂസാ നബിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ. അഥവാ ഇന്ന് ചെങ്കടൽ തീരങ്ങളെ തുളച്ചു പോകുന്ന മറ്റൊരു പുതിയ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ശത്രുവിന്റെ തന്ത്രങ്ങളെ പിന്നെ സമുദ്രാഴി കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന, അതിന്റെ എല്ലാ തന്ത്രങ്ങളെയും പൊളിക്കുന്ന മറ്റൊരു ചരിത്രമുഖം ദർശിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പുതിയ ലോകത്ത് നമ്മൾ. ഇവിടെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭക്ഷ്യവസ്തുവായി കൂടെ കൊണ്ടുപോയ ഒരു മീന് എങ്ങനെയാണ് അത് പിന്നെ പുതുജീവൻ പ്രാപിക്കുന്നതെന്നും അത് ചെങ്കടൽ തീരത്ത് സൃഷ്ടിക്കുന്ന അത്ഭുതം എന്താണ് എന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചർച്ച ചെയ്തു പോകുമ്പോൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും ചെങ്കടൽ തീരത്തേക്ക് മൂസാ നബിയെ എത്തിച്ച് താൻ മുമ്പ്
അള്ളാഹു തനിക്ക് കാണിച്ചു തന്ന ഒരു അദ്ഭുത ഇടത്തേക്ക് കൊണ്ടുവന്ന് ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ അത് അദ്ഭുതമായ ഒരു ഇടപെടലായിരുന്നു എന്ന് പറയിപ്പിക്കുന്ന മറ്റൊരു രംഗത്തെ വീണ്ടും അള്ളാഹു സൃഷ്ടിക്കുകയാണ്. മൂസാ നബിയിലൂടെ രണ്ടാമത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ചെങ്കടലിനെ വിശദീകരിക്കുന്നിടത്ത് പിന്നെ ഇപ്പൊ അദ്ഹം ഷർക്കാവിനെ കുറിച്ചുള്ള ഷർക്കാവിയെ പോലെയുള്ള ആളുകള്, അതുപോലെ തന്നെ പിന്നെ ഇമാം മുഹമ്മദ് നാബുൽസിയെ പോലെയുള്ള ആളുകള് എല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവത്തെ രണ്ടാമത് വീണ്ടും അള്ളാഹു അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ആയത്തിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ വിജ്ഞാനം തേടിക്കൊണ്ട് വിനയാന്വിതനായി ഒരു പ്രവാചകൻ അള്ളാഹു പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ ദർശിക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോ വിജ്ഞാനം വിനയത്തിന് വേണ്ടിയായിരിക്കണം, അത് നിഷേധത്തിനും ധിക്കാരത്തിനും വേണ്ടിയുള്ളതാവരുത് എന്ന ഒരു പാഠം ഈ ഒരു ആദ്യ വചനത്തിൽ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതില് നാം ഈ പറഞ്ഞതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ പല മുഫസ്സിരീങ്ങളും കൊണ്ടുവന്ന് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇമാം ഷാറാവി ഇത്തരം വിഷയങ്ങളെല്ലാം നന്നായി വിശദീകരിച്ച് പോകുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആയത്തുകള് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ തുടർന്നുള്ള ആഴ്ചകളിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.